ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു പട്ടുപാവാടയുടെ കട്ടിങ് വീഡിയോ ആണ് ഇടുന്നത്. സ്റ്റിച്ചിങ് ഇല്ല, രണ്ടും കൂടെ ഉൾപ്പെടുത്തുമ്പോൾ ഭയങ്കര ലെങ്തായി പോവും. ഇനി മുന്നേ ഞാൻ ഒരു കട്ട് പിക്സിൽ പട്ടുപാവാട സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്ട് വീഡിയോ. അപ്പോൾ അതിൽ കുറേ കമൻറ്റുകളുണ്ടായിരുന്നു ലോങ് വീഡിയോ ഇടാൻ വേണ്ടി കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ലെങ്ത് എടുക്കുന്നത് 11.5 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് എടുക്കുന്നത്. ഇതിൻ്റെ കരഭാഗം നമ്മൾ മടക്കി അടിക്കും, പിന്നെ ഉയരുന്ന തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് വേണം. അങ്ങനെ 11.5 ഇഞ്ച് ഫുള്ളായിട്ട് ലെങ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ വിത്ത് എടുക്കുന്നത് ഒരു പീസിന് 48.5 ഇഞ്ചാണ് വരുന്നത്. അതായത് നമ്മൾ 2 മീറ്റർ മെറ്റീരിയലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ യോക്കിൻ്റെ ഉടുപ്പിൻ്റെ പോർഷൻ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് പാവാടയ്ക്ക് എടുത്തിട്ടുണ്ട്. അതായത് നല്ല അടുങ്ങിയുള്ള ഞൊറികൾ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ലൈനിങ് 1.5 മീറ്റർ തുണി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉടുപ്പിന് പോയിട്ട് ബാക്കി ഫുള്ളായിട്ട് നമ്മൾ ലൈനിങ്ങായിട്ടും എടുക്കുന്നുണ്ട്. ഇതിൻ്റെ നീളം വരുന്നത് 11 ഇഞ്ചും വീതി വരുന്നത് 36 ഇഞ്ചുമാണ് കേട്ടോ. ഇനി നമ്മൾ ഇതുപോലത്തെ 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഉയരത്തെ പട്ടയ്ക്ക് വേണ്ടിയുള്ളതാണ്, പാവാടേര. അപ്പോൾ 4 ഇഞ്ച് വിത്ത് എടുത്തിട്ടുണ്ട്. നീളം 12 ഇഞ്ചിൻ്റെ 2 പീസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂട്ടിയെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ 2 പീസ് മാറ്റി വെട്ടി വെച്ചിട്ടുണ്ട് മെയിൻ ക്ലോത്ത്. അപ്പോൾ ഫുള്ളായിട്ട് കട്ടിങ് കൂടെ കാണിക്കാത്തത് ഭയങ്കര ലെങ്തായി പോവേ, അതുകൊണ്ടാണ് ഇതുപോലെ കറക്റ്റ് അളവെടുത്ത് ഞാൻ വെട്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ വെട്ടുമ്പോൾ നിങ്ങൾക്ക് കാണിക്കുകയും ചെയ്യാം, നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ 2 പീസ് ഫ്രണ്ടിലത്തേക്കും ബാക്കിലത്തേക്കും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ലൈനിങ് പീസിലാണ് മെയിനായിട്ട് കട്ട് ചെയ്യുന്നത്. ഇറക്കം വരുന്നത്, അതായത് ലെങ്ത് വരുന്നത് 7 ഇഞ്ചും വിഡ്ത്ത് 8 ഇഞ്ചും എടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഓപ്പൺ ഭാഗമാണ് എൻ്റെ നേർക്ക് ഇരിക്കുന്നത്. ഇത് നമ്മൾ ബാക്കിലത്തെ പോർഷനാണ് കേട്ടോ. ഈ ഭാഗമൊക്കെ അങ്ങ് വെട്ടിക്കളയാം, അതിൻ്റെ ഒരു ആവശ്യമില്ല. അത് വച്ചിരുന്ന് സ്റ്റിച്ച് ചെയ്താൽ അതിൽ സ്റ്റിച്ച് ഇരിക്കില്ല. അതുകൊണ്ട് ആ ഒരു ഭാഗം മാറ്റിയതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് നഖം കൊണ്ട് ഇതുപോലെ പോറുമ്പോഴേ കറക്റ്റായിട്ട് അവിടെ ഇരിക്കുകയെ, കോട്ടൺ തുണി ആയതുകൊണ്ട്. അപ്പോൾ ഓപ്പൺ ഭാഗം എൻ്റെ നേർക്കാണ് ഇരിക്കുന്നത്. ഇതിൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഈ ഒരു ലൈൻ വരയ്ക്കുന്നത് നമുക്ക് സിബോ ഹൂക്കോ വയ്ക്കുമ്പോൾ അവിടെ ഒരു ഇത്രയും ഭാഗം പോവും. അതിനായിട്ടാണ് ഇത്രയും പോർഷൻ നമ്മൾ മാറ്റിയിരുന്നത്. ഈ ഒരു ലൈന് വച്ചെടുത്താണ് നമ്മൾ ഫ്രണ്ടിലത്തെ പോർഷൻ വെച്ച് കൊടുക്കുന്നത്. ഫ്രണ്ടിലത്തെ പോർഷൻ ഇതുപോലെ ഫോൾഡഡ് ആയിട്ടുള്ള പോർഷനാണ് ഈ ഒരു ലൈനിൻ്റെ പുറത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ 1/2 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മളിനി മാർക്ക് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ 4 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് 2 ഇഞ്ച് നമ്മൾ കഴുത്തിൻ്റെ വിത്ത് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇനി ആം ഹോൾ നമ്മൾ 1 ഇഞ്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. അതായത് നമ്മൾ സ്ട്രാപ്പാണ് ചെയ്ത് കൊടുക്കുന്നത്, അതുകൊണ്ട് 1 ഇഞ്ച് മതി നമ്മൾ ആം ഹോൾ. ഇനി നമുക്ക് നെക്കിൻ്റെ വിത്ത് അടയാളപ്പെടുത്തിയെന്ന് ഫ്രണ്ടിലോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ 1 ഇഞ്ച് നമ്മൾ സ്ട്രാപ്പിൻ്റെ വീതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് 1 കൂടുതൽ വേണമെങ്കിൽ അത് അടയാളപ്പെടുത്തി കൊടുക്കണേ. അപ്പോൾ നമ്മൾ ചെസ്റ്റ് അളവ് 5 ഇഞ്ചാണ് എടുക്കുന്നത്. 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ കൂട്ടി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ റൗണ്ട് ചെയ്യാനായിട്ട് നമ്മൾ സ്ട്രാപ്പിൻ്റെ അവിടെ ഇല്ലേ, സ്ട്രാപ്പ് അടയാളപ്പെടുത്തിയതിന് ശേഷം ബാക്കി ആ ഒരു ഭാഗത്തു നിന്ന് ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് ഞാൻ ഇപ്പോൾ സ്ട്രാപ്പിന് 1 ഇഞ്ചാണ് കൊടുത്തത്. ആ 1 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേസ്റ്റ് 4.5 ഇഞ്ചും അതിൻ്റെ തയ്യൽത്തുമ്പ് 1.5 ഇഞ്ചും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കുക ആ ലൈന് തമ്മിൽ. അപ്പോൾ ഇതിൽ കൂടെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാനുള്ളത്. ഇത് നമ്മൾ മെയിൻ സ്റ്റിച്ച് ചെയ്യാനുള്ള ലൈനാണ് കേട്ടോ. ഇനി കഴുത്തിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ സ്ക്വയറിന് വേണമെങ്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. കഴുത്തിൻ്റെ എന്തെങ്കിലും മോഡൽ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കുക കേട്ടോ. ഞാൻ കറക്റ്റ് 1/2 ഇഞ്ച് ഞാൻ കഴുത്തിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ലെങ്ത്ത് നമ്മൾ ഒരു വി പോലത്തെ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ വരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിന് വേണമെങ്കിലും വരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് വെട്ടിയെടുക്കാവേ. നമുക്ക് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇതിന് ഞാൻ ബാക്ക് സിബാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഹുക്ക് വേണമെങ്കിൽ 2 പട്ട സെപ്പറേറ്റ് കട്ട് ചെയ്ത് മാറ്റണേ.
നമുക്ക് വച്ചടിച്ചിട്ട് മറിച്ചിടാനാണ്. അപ്പോൾ അതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഈ ഒരു ലൈനിങ് പീസ് നമുക്ക് മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ അതാ ഇത് നമ്മൾ ഫ്രണ്ടിലത്തെ പോർഷനാണ്. അപ്പോൾ ബാക്കിലത്തെ പോർഷൻ ഞാൻ 2 പാർട്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഫ്രണ്ടിലത്തെ പോർഷൻ എടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ പോർഷൻ താഴെ വേസ്റ്റിൽ നിന്ന് ഒരു 2 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മെയിൻ ലൈനില്ലേ ആ ഒരു ലൈനിലോട്ട് ഇതുപോലെ ചരിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആലിയ കട്ട് മോഡലിൽ ആണ് നമ്മൾ ഈ ഒരു ക്രോപ്പ് ടോപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നെക്കൊക്കെ ഈ ഒരു മോഡലിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മെയിൻ ക്ലോത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെട്ടി വെച്ചിരുന്നെന്ന്. അപ്പോൾ ഈ ഒരു നമ്മൾ ലൈനിങ് പീസ് ഇതിൻ്റെ മുകളിലൂടെ വച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റ് അളവിന് ഇതുപോലെ വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ മെയിൻ ക്ലോത്തിൽ കഴുത്തിൻ്റെ വിഡ്ത്ത് 2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു ഡോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലൈനിങ് ക്ലോത്തായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഡോട്ട് നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുമേ, അതുകൊണ്ടാണ്. ഇതുപോലെ നമ്മൾ നല്ല വശത്തൂടെ വച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോഴും തന്നെ നമ്മൾ സ്ട്രാപ്പും വയ്ക്കും. അപ്പോൾ സ്ട്രാപ്പിനായിട്ട് ഞാൻ എടുക്കുന്നത് 9.25 ഇഞ്ചാണ്. വീതി എടുക്കുന്നത് 4 ഇഞ്ചാണ്. കാരണം 4 ഇഞ്ച് നമുക്ക് വേണ്ട, പക്ഷേ അകത്ത് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയാണ് 4 ഇഞ്ച് എടുക്കുന്നത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.